ഹാപ്പി ഓണം. ഹാപ്പി ഓണം. കൈരളി ന്യൂസിൻ്റെ ഹാപ്പി ഓണം. ഈ ഓണക്കാലം ഞങ്ങളിങ്ങനെ ഏറ്റവും മനോഹരമായ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അന്തരീക്ഷത്തിലൂടെ നിങ്ങൾ പ്രേക്ഷകരെ ദാ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് മനു, അല്ലേ? കായലിന്റെ നടുവിലൂടെ ഓണം, അല്ലേ? വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിച്ച് കുട്ടനാടിൻ്റെ ഈ ഭംഗി ആസ്വദിച്ച് സംഗീതം, അല്ലേ? ഒരു ഫ്യൂഷൻ്റെ ഒരു സമയമാണ് കൈരളി ന്യൂസ് പ്രേക്ഷകർക്കായി ഞങ്ങൾ ഒരുക്കുന്നത്. ആഘോഷങ്ങളുടെ ഒരു അരമണിക്കൂർ. ഏറ്റവും മികച്ച ഓണക്കാലം, വളരെ സന്തോഷകരമായ ഓണക്കാലം, കേരളത്തിൻ്റെ ഏറ്റവും മികവാർന്നൊരു കാലത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ സംഗീതം വേണം, അതിൻ്റെ ആധുനിക കാല സംഗീതം വേണം, നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകളെ, അത് ഭാഷകൾക്ക് അതീതമായ സംഗീതത്തെ എല്ലാം കൊണ്ടുവരുന്ന ഒരു അരമണിക്കൂർ, ഒരു ന്യൂജൻ, അല്ലേ? ന്യൂജൻ ഫ്യൂഷൻ ഓണം. അതാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. അതെ, ഇതാ ഇവിടേക്ക് ഇപ്പോൾ ഒരാളെത്തും. ആ ആളായിരിക്കും ഇനി കളം ഭരിക്കാൻ പോകുന്നത്. കൂട്ടാളികളെയൊക്കെ കൂട്ടുപ്രതികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവർ നമുക്കെല്ലാം പരിചയപ്പെടാം. അപർണ പ്രദീപ് എത്തും. അപർണ പ്രദീപ് ആയിരിക്കും ഇനി ഈ മ്യൂസിക്കൽ ഷോ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലേ? അപ്പം എവിടെ അപർണ പ്രദീപ് എവിടെയെന്നാണ് ചോദിക്കുന്നത്? വിളിക്കാം, വരൂ അപർണ, വരൂ. ഹാപ്പി ഓണം. എങ്ങനെയുണ്ട് ഓണക്കാലം? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഒരുപാട് സ്റ്റേ ചെയ്തിട്ടുണ്ട്, പക്ഷെ കായലിന്റെ നടുവിൽ ഒരു സ്റ്റേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ? നമ്മളത് അവിടേക്കൊക്കെ പോവും. അപ്പോൾ നമ്മളിങ്ങനെ വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിച്ച് നമ്മളും കുട്ടനാടും എല്ലാം വരുന്ന അതിൻ്റെ ഒരു ഭംഗി, അപർണയുടെയും സംഘത്തിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ ഓണക്കാലത്ത് കാണാൻ പോവുകയാണ്. അപ്പം കുട്ടനാടിൻ്റെ, നമ്മുടെ ടൂറിസത്തിൻ്റെ ഒക്കെ എല്ലാ ഭംഗിയും നമ്മുടെ നാട്ടിലേക്ക് ഇനിയും ഒരുപാട് ആളുകൾക്ക് വരാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒന്നായി നിങ്ങളുടെ ഈ മ്യൂസിക്കൽ ഓണക്കാലം മാറട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പം മനു, ഇവരെ ഒന്ന് പരിചയപ്പെടണ്ടേ? അപർണയെ ഒന്ന് പരിചയപ്പെട്ടിട്ട്, അപർണ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, എങ്ങനെ പോകുന്നു പ്രോഗ്രാംസ്, അതിനെക്കുറിച്ചൊന്ന് ക്വിക്കായിട്ട് ബ്രീഫായിട്ട്. ഞാൻ 10th പഠിക്കുന്നു. 10ാം ക്ലാസ്സിൽ. നല്ല എനർജി. ഈ വയലിനിൽ മാത്രം പോരാ ആളിന് ശക്തി. ആ, ഓക്കെ. ആ, അതൊക്കെ പാട്ടി കാണിച്ചു തരാം. അതെ. ഓണക്കാലത്ത് എന്താ പരിപാടി? ഓണക്കാലത്ത് ഇനി നിറച്ച് പ്രോഗ്രാം ചെയ്യണം. അതാണ്. അപ്പൊ ഇവിടെ നമ്മളാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇവരൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തരുത്തില്ലേ? ഈ മൈക്കും കൊണ്ട് അവരോട് സംസാരിച്ചേ. ഇതാണ് ഞങ്ങളുടെ ഡ്രമ്മർ. പേരെന്ന് പറയൂ? സുബിൻ. ആ, പഠിക്കുകയാണോ? ഏത്? +2. കൊച്ചു കലാകാരന്മാരാണ്. 10ാം ക്ലാസ്സുകാരി +2. ഓക്കെ. ആ, ഏതായാലും അപർണ അവിടെ നിൽക്കുകയാണ്. ഹായ്, ഹലോ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ആ, പേര് പറയാം? പേര് വിമൽ. വിമൽ. ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞോ? എന്താ കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ പ്രൊഫഷണൽ മ്യൂസിക്കായിട്ട്. ആ, അത് ശരി. കീബോർഡ് പ്ലെയർ ആണ്, അല്ലേ? ബാൻഡൊക്കെ കാര്യമായിട്ട് പോകുന്നുണ്ടോ? എങ്ങനെയുണ്ട് അപർണയും ടീം? നിങ്ങളുടെ ടീം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അപർണ ആളെങ്ങനെയുണ്ട്? അപർണ അടിപൊളിയാണ്. അടിപൊളിയായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ചില്ലായിട്ട് നിൽക്കുകയാണ്, അല്ലേ? ഒരു പൊളി വൈബാണോ? പൊളി വൈബാ. അപ്പോൾ ഏതായാലും കൂടുതൽ പറഞ്ഞ് ആ സമയം കളയുന്നില്ല, നമുക്ക് പാട്ട് കേൾക്കാം. ഞങ്ങൾ താഴെ പോയി ചെണ്ടക്കാരെയും കൂടി കാണാം. മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നു. ഹായ്, വെള്ളാറുണ്ട്. അപർണ നോക്കുന്നുണ്ട്, ഇവരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ചെണ്ടമിടുക്കന്മാർ ഉണ്ട്. മനു, ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഫീൽഡ് ഇവിടം വരെ ഉള്ളൂ, അതിനപ്പുറം വെള്ളമാണ്. ചാടരുത്. പക്ഷേ ഈ നമ്മൾ ചെണ്ടയിലോട്ട് പോകുന്നതിന് ഓക്കെ, അത് ഇതിന്റെ ചെണ്ടയാണ്, അല്ലേ? നമ്മൾ ഓടിക്കുന്ന ചേട്ടന്റെ ചെണ്ടയാണ്. ഇത് കൊട്ടാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കൊട്ടാറുണ്ട്. വരുന്നവരാണോ? ഓക്കെ, ചെണ്ടക്കാർ, നമ്മുടെ ചെണ്ടമേളക്കാരുണ്ടല്ലേ, എല്ലാവരും ഇത് പരിചയപ്പെടാം. പേര്? ശരത്. ഞാനും ശരത്. നമ്മൾ സെറ്റായി. എന്റെ പേര് അരവിന്ദ്. ഇത്ര എനർജി. അരവിന്ദ്. ആ, നന്ദു. ശരത്ത്, അരവിന്ദ്, നന്ദു. ആ, പിന്നെ എന്റെ പേര് ശരത്. അത് ശരി. സംസ്ഥാന സമ്മേളനമാണല്ലോ. ശരത്തുമാരുടെ സംസ്ഥാന സമ്മേളനം ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ, ശരത്ത്, അഭിലാഷ്, ഷാരോൺ, ആ, സെബിൻ. അപ്പോൾ ഇതാണ് അപർണയുടെ ബാൻഡ്. എങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വേമ്പനാട്ട് കായലിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. മുമ്പ് പറഞ്ഞല്ലേ, ഒരുപാട് വർത്തമാനമില്ല, മാക്സിമം സമയം. പാട്ടോണമാണോ ബോട്ടോണമാണോ? രണ്ടും കൂടെ ചേർക്കാം. കുട്ടനാടിന്റെ ഓണം പാട്ടോണമാണ്. അടിമുടി സംഗീതം, അടിമുടി പാട്ട്, ന്യൂജൻ ഓണം.